ഈ സൗണ്ട് ഇപ്പൊ എവിടുന്ന എന്ന് അന്വേഷിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഇടയിലേക്കാണ് ബേസിലെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് രേഖാചിത്രം സിനിമയിലേക്ക് സാറിന്റെ സൗണ്ട് കൊടുക്കാൻ എത്തുന്നത്? അത് മറ്റേ നമ്മുടെ വിസ്മയ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടുത്തെ സുബൈർ എന്ന് പറഞ്ഞ എഞ്ചിനീയറാണ് ഫസ്റ്റ് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ഷിബി ചേട്ടൻ കൺട്രോളർ, പുള്ളി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മുടെ ജോഫിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അതിന് സുമേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു, ആസിഫ് അവരെ അസോസിയേറ്റ് ആസിഫിക്ക പുള്ളി. അപ്പോൾ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിലാണ് ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പം ഓക്കെ, ആദ്യമൊന്നും വലിയ നമ്മുടെ സാധാരണ ഇമിറ്റേഷൻ പരിപാടിയായി പോയി. പക്ഷെ സിനിമയ്ക്ക് ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എന്ന് പറഞ്ഞപ്പം വീണ്ടും ഇവരുടെ ഒരു എഫേർട്ടാണ്, ഇവരാണത് വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ച് ഇവരുടെ കഴിവിലാണത് മോഡുലേറ്റ് ചെയ്ത് തന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ചെയ്തെങ്കിലും അതിൻ്റെ റെഫറൻസ് ഫുള്ളും അവർക്കാണ് മൊത്തം തന്നത്. കാരണം നമ്മൾ കാതോട് ജോൺ പോൾ സാറിൻ്റെ പണ്ടൊക്കെ ഈ ഏഷ്യാനെറ്റിലൊരു പരിപാടിയിൽ യാത്ര എന്ന് പറഞ്ഞിട്ട് യാത്ര അങ്ങനെ കുറെ കഥ പറയുന്ന കുറെ എപ്പിസോഡുകളുണ്ടല്ലോ. പിന്നെ ഇതിപ്പം കണ്ടത് സഫാരി ചാനലില് ആണ് കണ്ടത്. സഫാരി ചാനൽ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം പുള്ളിനെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ തന്ന റെഫറൻസും നമ്മൾ ഡബ്ബിങ് ചെയ്യുക സാധാരണ ഒരു സിനിമ ചെയ്യുന്ന ലോകത്തോടെയാണ് ചെന്നത്. പിന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണെന്നുള്ളത് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ആദ്യ ദിവസം തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് നിൽക്കുന്ന ഒരു യുവാവിനെ ഞാൻ കണ്ടു. അങ്ങനെയാണ് വന്ന് പരിചയപ്പെടുന്നത് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഡേ സിനിമ ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന് കാണുമ്പോൾ ബേസിലാണ് സൗണ്ട് കൊടുത്തിരിക്കുന്നതെന്ന് ആളെടുത്ത് ആ സമയത്ത് പറയാനും പറ്റുന്നില്ല. എന്നാൽ ഓഡിയൻസിന്റെ ഒപ്പം ഇരുന്ന് തന്റെ സൗണ്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പൊ എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? അല്ല, ഞാൻ എൻ്റെ സൗണ്ട് കണ്ടപ്പോൾ ഇത് ഞാൻ കുറേ ചെയ്തപ്പോഴേ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ സൗണ്ട് തന്നെയാണല്ലോ എന്നൊരു ഫീലാണ്. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കാണുമ്പോഴാണ്. അപ്പം കുറേ പേര് പറഞ്ഞു ആ കറക്റ്റായിട്ടുണ്ട്. അപ്പം നമുക്കൊരു സന്തോഷമായി. അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് നമ്മളിത് ചെയ്തെന്നുള്ളത് ആരിലൊന്നും അറിഞ്ഞായിരുന്നെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലേക്ക് വന്നത്. ശരിക്കും അവർക്കത് ഓക്കെ ആയി. ഇനി അവർ ഓക്കെ അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല ജഡ്ജ്മെൻ്റുള്ള ആളാണ് നമ്മുടെ ഡയറക്ടർ ജോഫിൻ ടീച്ചാക്കോ. ഭയങ്കര, കാരണം പുള്ളി ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പറയും അത് വർക്കായിട്ടില്ലടാ, ശരിയായില്ല എന്ന് പറയും. വർക്കായില്ല സിനിമക്കാർ പറയുന്ന ഭാഷ വർക്കായില്ല എന്ന്. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യിപ്പിച്ച് അങ്ങനെ വന്നു. പക്ഷെ അതിന് മടുപ്പോ ദേഷ്യം തോന്നില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നി. നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ സാധാരണ ആൾക്കാർ, ചില ആൾക്കാരുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇനിയും വേണ്ട, മടുത്തു, ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വെച്ച് പോകും. പക്ഷെ ഇത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ആയതുകൊണ്ട് അങ്ങനെ. അതിനുശേഷം തിരിച്ചറിയുക എന്നുള്ളൊരു കടമ്പ ഉണ്ടായിരുന്നു. ഇത് ഇന്ന ആളെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പം ഈ ഇതിനെപ്പറ്റിയൊക്കെ, അതായത് ഈ സൗണ്ടിനെ പറ്റിയും അല്ലെങ്കിൽ സാറിൻ്റെ ആ ഒരു പെർഫോമൻസിനെ പറ്റി അല്ലെങ്കിൽ ആ പോർഷനെ പറ്റിയൊക്കെ അടുത്ത് നിന്ന് ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പം ബേസ് വിചാരിച്ചു ഞാനാണ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ഒരു മൂമെന്റ് എപ്പോഴും ഉണ്ടായോ? അല്ല, ഇതിനകത്ത് ഞാൻ ജോൺ പോൾ സാറിന് ചെയ്യണ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഭരതൻ സാറിൻ്റെ ചെയ്തത്, അതുപോലെ അതിനകത്ത് മൺമറിഞ്ഞു പോയ ഒരുപാട് പേരുടെ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. കമൽ സാറിന്റെ റോള് ചെയ്ത് കമൽ സാറിന്റെ മോനാന്ന് തോന്നുന്നു ചെറുപ്പകാലം ചെയ്ത് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഞാൻ സൗണ്ട് കൊടുത്തു മാത്രം, പക്ഷെ അവര് സ്ക്രീനിലുണ്ടായിരുന്നു. ജോൺ പോൾ സാറിന്റെ ചെറുപ്പകാലം ചെയ്ത ഒരു വേറൊരാളാണ്, നമ്മുടെ ശ്രീകാന്ത് മുരളി സാറിന്റെ ഒരു ഫ്രണ്ട്, അറിയില്ല, പുള്ളി അധ്യാപകനാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. ഇത് ആരെങ്കിലും ഒന്ന് മറ്റേ ഇന്നസെന്റ് രസതന്ത്ര സിനിമയില് ഇന്നസെന്റ് മറ്റേ മലയാളം അതെ 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 കൺമണി, ഇത് രഹസ്യം തുറന്നു പറയാൻ ആരെങ്കിലും പറയേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഒരു അതെ അതെ നമുക്കൊരു അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷമല്ലേ. പിന്നെ സിനിമ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പോവോ, അപ്പൊ അങ്ങനെയൊക്കെ വന്ന് അവര് തന്നെ പറഞ്ഞു ഇത് ചെയ്തു രീതിയിൽ. ഷിബു ചേട്ടനാ പറഞ്ഞു, സുമേഷ് ചേട്ടൻ പിന്നെ ഒരാഴ്ച കഴിയട്ടെ എന്നുള്ളത്. കാരണം അത് സിനിമയ്ക്കും ശരിയാണ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞെങ്കിലും സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണല്ലോ. അപ്പം ഞാൻ പുള്ളി പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞാലും സിനിമ കാണുമ്പോൾ ഞാനായിട്ട് കാണില്ലേ, അതൊരു തിങ്ക് ചെയ്ത് തന്നെ ഒരു ഡയറക്ടറുടെ ബ്രില്യൻസാണ്. കാരണം വെച്ചാൽ സിനിമ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ അത് മറ്റേ മിമിക്രി പരിപാടിയാന്ന് പറയില്ലേ, എന്തായാലും മിമിക്രി അല്ല എന്നുള്ളൊരു ഫീല്, ഒറിജിനാലിറ്റി തോന്നുന്നു. അങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടി. എന്തായാലും നമുക്ക് ആ സൗണ്ട് ഒന്ന് കേൾക്കാം അല്ലേ? അത് അതിനകത്ത് സിനിമയിലുള്ളൊരു പോർഷൻ അല്ല, അത് കാതോട് സിനിമയിലുള്ളൊരു സംഭവമുണ്ട്, പുള്ളിയുടെ ഒരു സംഭവം. ഞാനും ഭരതനും ഒരു യാത്രക്കിടയിലൂടെ പോകുമ്പോഴാണ് ബിജു തിരുമല എഴുതിയതെന്ന് ഞാൻ കരുതുന്ന ഒരു പാട്ട് ഇങ്ങനെ ട്രിപ്പ് കാർഡിലൂടെ ഒഴുകി വരുന്നത് കേട്ടു. മിഴിയോരമാണെങ്കിൽ കാതോരമുണ്ടാകുമല്ലോ,
കാതിൻ്റെ അടിത്തട്ടിൽ വന്ന് മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോട് കാതോരം. ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നതിന് അനുരാഗത്തിൻ്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിൻ്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോട് കാതോരം എന്ന് പേരിടുന്നത്. ഒരു പക്ഷേ കണ്ണടച്ചിരുന്ന് അല്ലെങ്കിൽ ഇതൊന്നും അറിയാതിരുന്ന സിനിമ കണ്ട ആൾക്കാർക്ക് ഇപ്പോഴും ജോൺ പോൾ സാറ് തന്നെയാണ് ഈ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. പുള്ളിയുടെ കുറേ റെഫറൻസ് പരിപാടികൾ പിന്നെ കേട്ടപ്പോഴാണ് അതിന് മനസ്സിലായത് കേട്ടോ. പുള്ളി ചില സാധനങ്ങളുണ്ട് ഇതിനകത്ത് എപ്പിസോഡിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഭരൻ സാറുമായിട്ടുള്ള അഭിമുഖവും പരിപാടിയും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര രസമാണ് സംഭവം. ഈ സിനിമ ഇറങ്ങി ആ സിനിമയിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ ഒരു പോർഷൻ ആ ചേച്ചി അഭിനയിച്ച പോർഷൻ ലെങ്ത് കൂടുതലായതുകൊണ്ട് കട്ട് ചെയ്തു. ആ ചേച്ചി തിയേറ്ററിൽ ഇരുന്ന് കരയുന്നു. അപ്പം ആസിഫ് അലി തന്നെ വന്നിട്ട് അടുത്ത സിനിമയിൽ ചേച്ചിയെ ഞാൻ അഭിനയിപ്പിക്കുന്നു എന്നുള്ളൊരു വാക്ക് പബ്ലിക്കായിട്ടും പ്രസ് മീറ്റിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബേസിലിൻ്റെ ഒരു വേർഷൻ ഉണ്ട്. അപ്പം ഒരു സിനിമ കട്ട് ചെയ്ത ഒരു പോർഷന് വേണ്ടിയിട്ട് ഒരു ചേച്ചി നിന്ന് കരഞ്ഞപ്പോൾ ആ ചേച്ചീനെ കാണാൻ ആളുണ്ടായി എന്ന് ബേസിൽ എവിടെയൊക്കെയോ സൂചിപ്പിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ബേസിലിന് ഞാനാണ് സൗണ്ട് കൊടുത്തത് എന്ന് അംഗീകരിക്കാൻ ആളില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ബേസിൽ ഒരു പോയിന്റിൽ വന്നതായിട്ട് എനിക്ക് അറിയാം. ഇല്ലാന്നൊന്നും പറയില്ല. അപ്പൊ എന്താ അങ്ങനെ വേറൊരാൾക്ക് അംഗീകാരം കിട്ടുന്നു, ആ ചേച്ചിനെ അടുത്ത സിനിമയിലേക്ക്, അതൊരു ചേച്ചിയുടെ ലൈഫിൽ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് അല്ലേ. വേസലിന് അങ്ങനെ ഒരു സമയത്ത് വേസലിന്റെ മനസ്സിൽ എന്താണ് തോന്നിയത്? വേസൽ എൻ്റെ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാനൊരു പക്ഷെ കരഞ്ഞിരുന്നെങ്കിൽ എന്നെ കാണുമായിരുന്നില്ലേ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. അത് രണ്ട് കാര്യമുണ്ട്. ഒന്നാ സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് ഞാൻ. സൗണ്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് വലിയ പരിപാടിയായിട്ട് എനിക്ക് എന്നെ സമയത്തോടെ വലിയ കാര്യം. അത് ഇപ്പം ഞാൻ സൗണ്ട് കൊടുത്താൽ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ശരിയാണോ? എൻ്റെ വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ അത്ര സന്തോഷം ഉണ്ടായെന്ന് വരില്ല. ഇപ്പം ഞാൻ വിശന്നിരിക്കുമ്പോൾ ഞാനൊരു ഇഡ്ഡലി കഴിച്ച് എനിക്ക് വേറെ ആൾക്കൊക്കെ ഫീൽ ചെയ്യും. ആ ചേച്ചി അത് ആ സീനിൽ അഭിനയിച്ചു. അത് കട്ടി തറഞ്ഞപ്പോൾ ചേച്ചിക്കൊരു വിഷമമായി, കരഞ്ഞു. പിന്നെ ആസിഫിക്ക ഒരു എന്താ പറയുക, ഒരു അമ്മയെ പോലെ ഇത് തോന്നിയ ഒരു ഫീൽ ആയതുകൊണ്ട് പുള്ളിക്കാരത്തി. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് നിഷ്കളങ്കരായ ആൾക്കാരാണല്ലോ. എന്ന് പറഞ്ഞാൽ സാധാരണ നാട്ടിൻ പ്രദേശ ആൾക്കാർ. പക്ഷേ എന്നോടത് ഞാൻ കരയേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഇവന് വട്ടാന്ന് പറയും. അതുകൊണ്ട് എനിക്ക് വിഷമം അങ്ങനെയല്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളന്ന് അറിയാതിരുന്നാൽ ഒരുപക്ഷെ എനിക്ക് വിഷമം ആവുമായിരുന്നു. പിന്നെ നമ്മളതൊക്കെ അവർ തന്നെ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ചെയ്തതാണ്. അങ്ങനെ ജിസ്റ്റോയ് സാർ ഇന്റർവ്യൂ പറഞ്ഞല്ലോ. എനിക്ക് ഏറ്റവും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം അതൊക്കെയാണ്. ജിസ്റ്റോയ് സാർ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ആസിഫൊക്കെ മറ്റേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനാണത് ചെയ്തു കഴിഞ്ഞപ്പോൾ എടോ ഭയങ്കര രസമായിട്ടുണ്ട്, അടിപൊളി എന്ന് പറഞ്ഞ. അപ്പൊ പുള്ളി അത് പറഞ്ഞല്ലോ. പിന്നെ പുള്ളി പറഞ്ഞു വെച്ചാൽ അത് അങ്ങനെ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യണ്ട എന്ന രീതിയിലാണ് പറഞ്ഞത്. ജിസ്റ്റോയ് സാർ ആ വീഡിയോ ഒക്കെ എടുത്ത് ആസിഫിക്ക് കാണിച്ചു കൊടുത്തായിരുന്നു. അതൊക്കെയാണ് എൻ്റെ ലൈഫിലൊരു സന്തോഷം. പിന്നെ രമേശ് പിഷാരടി ചേട്ടൻ ഞാൻ പുള്ളി ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ എടാ നിന്നെ എനിക്ക് മനസ്സിലായില്ലടാ, നീ അത് ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇനിയുള്ള ഇന്റർവ്യൂ ഞാൻ പറയാം ആ രീതിയിൽ പറഞ്ഞു. ഇനി പറയാം ബേസിൽ തൊടുപുഴ അല്ലേ, ബേസിൽ ബെന്നി എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട്. കാരണം അങ്ങനെ പുള്ളി സ്റ്റൈലിൽ പറഞ്ഞു. അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇവരത് പറയാത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും ഇതിപ്പോ നമ്മളിപ്പം അംഗീകരിച്ചാലും നമ്മളാന്ന് അറിഞ്ഞല്ലോ. അതാണ് ഒരുപക്ഷെ നമ്മളെ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഡബിങ് ആന്നുള്ള ഓൾറെഡി പറഞ്ഞല്ലോ അതിനകത്ത്. അതൊക്കെയാണ് സന്തോഷം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.